ഇന്ന് അമൃതപ്പൊടി കൊണ്ട് ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. പിന്നെ അമൃതപ്പൊടി 6 മാസം മുതൽ 3 വയസ്സ് വരെ കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് ലഭിക്കുന്ന പോഷകാഹാരമാണ്. ഞാൻ ഇതിനൊരു ഗ്ലാസ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, 3 മുട്ട, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. നമുക്കിത് തരിച്ചെടുക്കാം. അമൃതപ്പൊടി തരിച്ചെടുക്കുകയാണ്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ. ഈ അരിച്ചെടുക്കുന്ന ഈ അമൃതപ്പൊടിയിലേക്ക് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അരിച്ചെടുത്ത ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അമൃതപ്പൊടി ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി അരിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. വീഡിയോ വലുതാക്കുന്നില്ല. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ പിന്നെ പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാര നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. ഈ പൊടിച്ച് വെച്ച പഞ്ചസാരയിലേക്ക് മുട്ട ഒരു 3 എണ്ണപ്പം നമ്മൾ എടുത്തത്. ഒരു ഗ്ലാസ് അമൃതപ്പൊടിക്ക് 3 മുട്ട ഇതിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും ഇപ്പോൾ 3 മുട്ടയും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സാൾട്ട് കൂടി അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊരു 200 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 200 മില്ലി സൺഫ്ലവർ ഓയിൽ. മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. 2 മിനിറ്റ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മുടെ കൂട്ട് ചേർത്തി കൊടുക്കാം. കുറേശ്ശെ ഞാൻ ബീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ എടുത്തിട്ട് ലോൺ ഇതിൽ മിക്സായി വരണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പൊടി ഇപ്പോൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ബേക്ക് ചെയ്യുന്നത് പിന്നെ ഓവനിലൊന്നല്ല, ഡയറക്റ്റ് നമ്മളൊരു ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ പിന്നെ ഓവനൊന്നുമില്ല, ഡയറക്റ്റ്ലി ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് പിന്നെ ഇതേമാതിരി പുരട്ടിയെടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് മൈദ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മാവ് ഈ ഒരു പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി വെറുതെ ഒന്ന് തടവിയിട്ടുണ്ട്. ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ്. നോട്ട് ദ പോയിൻ്റ്. ഇപ്പോൾ നമ്മളതിന് അടുത്ത പ്രോസസ്സിങ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഗ്യാസിലാണ്. ഇപ്പോൾ ബേക്കിങ്ങിൻ്റെ പകരം ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഒരു മൂടി നമ്മൾ വെക്കുന്നു. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മാവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. ആ മാവ് അതിനൊരു മൂടി വെച്ചിട്ട് നമ്മൾ ആ ഒരു നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അപ്പം ആയതിനു ശേഷം കാണാം.